വീട്ടിൽ തൈരുണ്ടെങ്കിൽ ഈസ്റ്റ്, സോഡ, ഈനോ ഒന്നും ചേർക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അറ്റൊക്കെ നല്ല ലേസ് പോലെ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല മുരിഞ്ഞിട്ടും വരും, നടുവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ടേസ്റ്റും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈസ്റ്റിൻ്റെ മണമൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇത് ഈസ്റ്റ് ചേർക്കാത്ത ആപ്പാണെന്നുള്ളത്. നമ്മൾ സാധാരണ ആപ്പം ഉണ്ടാക്കണ പോലെയൊക്കെ തന്നെ കുറച്ച് വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 ഗ്ലാസ് പച്ചരി, ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെളുത്ത അവൽ. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ പച്ചരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവലെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് വരാം. കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വെച്ചേക്കണ പച്ചരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് നമ്മളെടുത്ത 1 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തേങ്ങ തന്നെ എടുത്താൽ മതി. തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ ഇതിലിപ്പോൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഈ അരി കുതിരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അരി കുതിരാൻ വേണ്ടി മാത്രം. മേലെ ഒന്ന് കവറായാൽ മതി. കാരണം പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അരയ്ക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മാവ് ലൂസായി പോവും. ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് ഇനി ഇങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല നൈസായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ മാവ് ഏതാണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് ലൂസല്ല, എന്നാലും കണ്ടോ ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ കോരി വെച്ചിട്ടൊന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ബബിൾസൊക്കെ വരും. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 5-6 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. നമ്മൾ രാത്രി അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ രാത്രി അരച്ച് വെച്ചതാണ്. രാവിലെ ഇതാ നോക്കൂ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ പൊന്തി പോവൊന്നുമില്ല കേട്ടോ, പക്ഷേ മാവ് കണ്ടാൽ മനസ്സിലാവും ഉള്ളിൽ നന്നായിട്ട് എന്താ പറയുക പതപതയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മാവ്. സാധാരണ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് മാവ് എങ്ങനെ പൊന്തി വരുമോ അതേപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഒരുപാട് മാവ് തിക്കാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതുകൊണ്ട് ആപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ മാവ് കറക്റ്റ് പാകമാണ്, ഒരു വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ആപ്പം ഉണ്ടാക്കിയെടുക്കാം. ആപ്പച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ 2 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ആപ്പം ഉണ്ടാക്കണ പോലെ ആപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ആപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടൊരു ഈസ്റ്റിൻ്റെ ഒരു മണം വരില്ലേ, അതുപോലെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെ എന്ത് തരത്തിൽ ആപ്പം ഉണ്ടാക്കിയാലും ശരിക്കും ആ നമ്മൾ ഉണ്ടാക്കണ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കണ ആപ്പത്തിൻ്റെ അതേപോലെയൊന്നും വരില്ല. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, കറക്റ്റ് നമ്മൾ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കണ ആപ്പത്തിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ടേസ്റ്റും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും നല്ല മുരിഞ്ഞ് വരും, സെൻറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അതെല്ലാം നമുക്ക് നല്ല ചുവന്ന കളറിൽ നല്ല മൊരിയിച്ച ആപ്പം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ പറയില്ലേ ഈസ്റ്റ് പഴകി കഴിഞ്ഞാൽ ആപ്പം ശരിക്ക് വരില്ല, അല്ലെങ്കിൽ മാവ് ശരിക്ക് പൊന്തി വരില്ല എന്നൊക്കെ. ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ, നല്ല കറക്റ്റായിട്ട് മാവ് പൊന്തി വരികയും ചെയ്യും. തൈര് ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ പെട്ടെന്ന് തന്നെ പൊന്തി വരികയും ചെയ്യും കേട്ടോ. നമ്മൾ കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചാണെങ്കിൽ അതിനനുസരിച്ച് വേഗം തന്നെ പൊന്തി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി മാവ് പൊന്തി വന്നിട്ടുണ്ടോ എന്ന്. എന്തായാലും
ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ വേണം കേട്ടോ മാവൊന്ന് പൊന്തി വരാനായിട്ട്. ഇനിയിപ്പോൾ ഈസ്റ്റ് ഇല്ല, അതല്ലെങ്കിൽ സോഡാപ്പൊടി ഇല്ല, ഈസ്റ്റിൻ്റെ മണം ഇഷ്ടമില്ല, അങ്ങനെയുള്ളവരൊക്കെ ഇതേപോലെ ആപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.